അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ CPM-ൻ്റെ ഭാഗമായിട്ട് നിന്ന് ഒരു സുപ്രഭാതത്തിൽ പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു. അത് വീട്ടുകാരും നാട്ടുകാരും പൊതുസമൂഹവും എങ്ങനെയാണ് സ്വീകരിച്ചത്? ഇറ്റ്സ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. അതെന്നെ സർപ്രൈസ് ആയ രീതിയിലാണ് ഫീൽ ചെയ്തത്. ആദ്യം ഞാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത് എൻ്റെ ഭാര്യയാണ്. കുടുംബത്തെ ബോധ്യപ്പെടുത്താണ് ചെയ്യുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ കുറേ നാളായിട്ട് നമുക്കറിയാം എൻ്റെ ഫീലിങ്സ്, എൻ്റെ വീട്ടിൽ വരുന്നതിനോടൊക്കെ ഞങ്ങൾ ആത്മസുഹൃത്തുക്കളോട് ചർച്ച ചെയ്യും. അപ്പം അവൾ പറഞ്ഞു, നിങ്ങൾ നേരത്തെ തന്നെ ഇതിനകത്ത് പോകേണ്ടായിരുന്നു. കാരണം അങ്ങനെ പറഞ്ഞോ? അങ്ങനെ തന്നെ പറഞ്ഞു. ഇതിപ്പോൾ എൻ്റെ ഭാര്യയും കേൾക്കുമല്ലോ. പോകേണ്ടതായിരുന്നു പറഞ്ഞത് ഞാൻ രാഷ്ട്രീയ പാർട്ടിയോട് ശത്രുത കൊണ്ടല്ല. എനിക്ക് കേരളത്തിൽ 4 ഷോറൂം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ജീവിക്കാനായിട്ട് ഒരു കട പാലാന്ന് പറഞ്ഞാൽ പാലയുടെ സാൻഡോം കോംപ്ലക്സിലെ ആദ്യത്തെ ഷോപ്പ് എൻ്റെയാണ്. എന്ത് ഷോപ്പായിരുന്നു? അതൊരു ഫുഡ് വെയർ ഷോപ്പാണ്, പക്ഷേ ഫുള്ളി ബ്രാൻഡഡാണ്. എനിക്ക് തോന്നി ഇതിനൊരു സ്കോപ്പ് ഉണ്ടെന്ന്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ ഒരാളാണ്. ഞാൻ ഫ്ലോറിഡയിലൊരു സ്റ്റോറ് മലയാളികളുടെയാണ്, വലിയൊരു കൺവീനിയൻസ് സ്റ്റോറാണ്. അത് ഫുള്ളി ഞാനാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് മുഴുവനും ഞാനാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തുടങ്ങി, അത് സക്സസ് ആയിരുന്നു. അതിനുശേഷം സുൽത്താൻ ബത്തേരി വയനാട്ടിലൊരു ഷോറൂമിൽ എനിക്കറിയാം. വയനാട്ടിൽ ഈ പറയുന്ന ഒരു നല്ല ഷൂസും ഇതൊക്കെ മെറ്റീരിയൽ മേടിക്കണം. ഒന്നിൽ ബാംഗ്ലൂരിലെ കോഴിക്കോട് പോകണം. അത് വലിയ രീതിയിൽ അത് പിന്നെ നല്ല വിജയം. പിന്നെ കോഴിക്കോട് സിറ്റി ഞാനൊരു വലിയ ഷോപ്പ് ഓപ്പൺ ചെയ്തു. കോട്ടയം നമ്മുടെ കഞ്ഞിക്കുഴിക്ക് പോകുന്ന വഴിക്ക് ഇന്ന് അവിടെ ഭയങ്കര സിറ്റി ആയി കഴിഞ്ഞു. എൻ്റെ ഒരു വലിയ ഷോപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്ക് ബാങ്ക് ലോൺ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ല അത്രയും പൈസയൊന്നും നമ്മളില്ല. അത് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകും. എനിക്ക് ഒന്നും യാത്ര ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചാൽ അതെല്ലാം സക്സസ് ആയിരുന്നു. പക്ഷേ ഞാൻ വൈകുന്നേരങ്ങളിലും എവിടെ പോയാലും ഈ ചാനലുകാർ വിളിക്കുമ്പോൾ ചാനൽ ചർച്ച, എനിക്കതൊരു ഹരമാണ് അന്നും ഇന്നും. കാരണം നമുക്കറിയാവുന്ന എക്സ്പ്രസ് ചെയ്യുന്നത് തന്നെ തെറ്റിരിക്കുന്നത്. അതെ, ലോകത്തോട് അങ്ങനെ പതിയെ എൻ്റെ ഷോപ്പുകൾ എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. ഇതൊന്നും പറയുന്നത് ശരിയല്ലെങ്കിലും അതൊക്കെ ഈ പാർട്ടിക്കാരനാണെന്ന് ഞാൻ പറയത്തില്ല, എൻ്റെ ശ്രദ്ധക്കുറവ്. അവസാനം പാലാ ഷോപ്പ് മാത്രമായിപ്പോയി. അത് വൈഫ് കണ്ടക്ട് ചെയ്യുന്നു. പിന്നെ എനിക്ക് സ്ഥിരം തിരക്കല്ലേ. നമ്മൾ ഈ ചാനൽ ചർച്ച വരുന്നവർക്കൊക്കെ എപ്പോഴും പ്രോഗ്രാംസ് ഉണ്ടാവും. നമ്മുടെ ഡീസലും അടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടങ്ങി നമ്മളിങ്ങനെ വരുക. കാരണം അതങ്ങനെയാണ്. സുനിലാണെങ്കിലും അതിനകത്ത് നിൽക്കുമ്പോൾ അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. നമുക്കൊരു പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹം അതാണ്. അങ്ങനെ ഇത് അവസാനം കഴിഞ്ഞ 2 വർഷം എൻ്റെ കാലിന് പരിക്ക് പറ്റിയ അതിന് ശേഷം ഞാൻ വൈഫിനോട് പറയുന്നത് വൈൻഡപ്പ് ചെയ്യാൻ. എന്നും ഹെഡേക്കാണ്. അങ്ങനെ അത് വൈൻഡപ്പ് ചെയ്തു. ഫുൾ ഷോപ്പുകൾ ഞാൻ ലാസ്റ്റ് ഷോപ്പ് വൈൻഡ് ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷമേ ഉള്ളൂ. ഇപ്പോൾ പാലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് എനിക്കുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അങ്ങനെ മുമ്പോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞൊരു കാരണം, അന്നൊന്ന് കുറച്ച് ശ്രദ്ധിച്ചിരിക്കും, നിങ്ങൾ നല്ല കഴിവുള്ള മനുഷ്യരാണ്, നമ്മുടെ അതൊന്നും പോകത്തില്ല. പക്ഷെ അതിനൊന്നും ഒരു പരിഭവം എൻ്റെ ഭാര്യയ്ക്കില്ല. എൻ്റെ ഭാര്യയ്ക്ക് അതിന് വേണ്ടി ചിലരിതെല്ലാം പോകുമ്പോഴത്തേക്കും നിങ്ങൾ അവൾ സ്നേഹത്തോടെ പറഞ്ഞ്, അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഇത് മാറി ചിന്തിക്കുക. ഇപ്പോൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള താല്പര്യവും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചും സത്യത്തിൽ എനിക്കും അറിയാം. എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ ശിവാസ ടീച്ചർ എല്ലാം പറയാറുണ്ട്, നിൻ്റെ ഭർത്താവിൻ്റെ ഈ കഴിവുകൾ നിങ്ങൾ റോങ് പ്ലേസിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അന്നൊക്കെ ഞാൻ അവരോട് തർക്കിക്കും. ഇപ്പോൾ BJP പോയി പൈസ ഉണ്ടാക്കാമെന്നുള്ളതില്ല ഉള്ളത് പറഞ്ഞത്. കാരണം അംഗീകാരം കിട്ടുന്നൊരു പാർട്ടി പോകും. അതെ. അല്ല, അത് അങ്ങ് എന്നോട് തിരുവനന്തപുരത്ത് അമിത്ഷായുടെ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോണിൽ സംസാരിക്കും. എന്നോട് പറഞ്ഞില്ലേ ഷായുടെ പരിപാടി, ആ അനുഭവം ഒന്ന് പറയാമോ? അതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മെമ്പർഷിപ്പ് വന്ന് അന്ന് തന്നെ പറഞ്ഞു 11-ാം തീയതി രാജീവ് ചന്ദ്രശേഖർ എന്നെ ഒരുപാട് സമയം ചെലവഴിച്ചു. അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കൊരു എപ്പിസോഡ് ചെയ്യണമെന്നുണ്ട്. അത്രയ്ക്കും ക്ലാരിറ്റിയുള്ള വികസനം എന്ന് മാത്രം ചിന്തിക്കുന്നൊരു മനുഷ്യൻ, ഇത്രയും ജെന്റിലായ മനുഷ്യൻ, ഇത്ര ഒരു പയസ്സായ വ്യക്തിത്വം. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുക, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കിട്ടിയ ഒരു വണ്ടർഫുൾ ലീഡറാണ് രാജീവ് ചന്ദ്രശേഖർ. ഒരു ഡൗട്ട്, ദർ ഇസ് നോ ഡൗട്ട്. കാരണം നമുക്കും അത്യാവശ്യം വികസനമുള്ളത്. ഇപ്പോൾ സുനിലും എനിക്കൊക്കെ ഈ നാട് തന്നാണെന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും എന്നോട് വരണമെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി അവരെന്നെ സ്വീകരിച്ചു. അവരേറ്റവും ഫ്രണ്ട് നിലയിൽ കൊണ്ട് എന്നെ ഇരുത്തി. ജനപ്രതിനിധികളുടെ ഒരു സംഘമായിരുന്നു അന്ന് ക്ഷണിക്കപ്പെട്ട. വലിയൊരു ഓഡിറ്റോറിയം നിറച്ച ആൾ. വേദിയിൽ കേരളത്തിലെ BJPയുടെ സമുന്നത നേതാക്കളെല്ലാം, ഇൻക്ലൂഡിങ് പ്രകാശ് ജാവ്ദേക്കർ സഹിതം വേദിയിൽ. കുമ്മൻ രാജശേഖരൻ, കുമ്മനത്തിനൊക്കെ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് നേരിട്ട് പരിചയമുള്ള ഇവരെല്ലാവരും ഇരുന്ന്. അപ്പം അമിത്ഷാജി വന്നു. അതിനു മുമ്പായിട്ട് ഒരു പ്രസംഗം ശോഭാ സുരേന്ദ്രൻ പ്രസംഗത്തിൽ എൻ്റെ പേരെടുത്ത് പറഞ്ഞു. അമിത്ഷാജി വന്നു, അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത്, അന്നാണ് ഈ അമിത്ഷാജി എന്ന് പറഞ്ഞ വ്യക്തി, നമ്മൾ ചില വ്യക്തികളെ ദൂരെ നിന്ന് കാണുമ്പോൾ കാണുന്ന ഇമേജ് അല്ല അവരോട് അടുക്കുമ്പോൾ. 2 രീതിയിലുള്ളതുണ്ട്.
നമ്മൾ ഈ സാഹിത്യകാരന്മാരിൽ 90% അടുത്ത് കഴിയുമ്പോൾ അവരുടെ സ്വഭാവം എഴുതുന്നവരല്ല. അതെ അതെ. എനിക്ക് അതങ്ങനെ ഒത്തിരി അനുഭവമുണ്ട്. പക്ഷേ അമിത്ഷാജിയെക്കുറിച്ച് ഈ വിഷ്വൽ മീഡിയയിലെല്ലാം വരുമ്പോഴത്തേക്ക് ഒരു ഭീകര അതെ അതെ. പല്ല് തടിയൻ, പക്ഷേ അയാളൊരു സാധാ മനുഷ്യനാണ്. മുണ്ടും ഷർട്ടും വരുന്നിട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം കസേര വന്നിരുന്നത് വിതിൻ 2 minutes അനൗൺസ് ചെയ്യുന്നു റെജി ലൂക്കോസ് വേദിയിലേക്ക് വരണം. ഏറ്റവും ഫ്രണ്ട് ഇരിക്കുക. എൻ്റെ 2 പേരുടെ അപ്പുറത്ത് ദേവൻ, നമ്മുടെ അദ്ദേഹം വന്ന് പരിചയപ്പെട്ടു. അങ്ങനെ എനിക്കൊരു പേടി, സ്റ്റെപ്പ് കയറി, പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. ഞാൻ മുകളിൽ കയറി, അദ്ദേഹം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പതുക്കെ കിടന്ന് ഞാനും അടുത്ത് ചെന്നു. അദ്ദേഹം എനിക്ക് ഷോൾ ഇടുന്നു, കൈ തരുന്നു. ഒരു മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഐ നോ എവറിതിങ് എന്ന് മാത്രം പറഞ്ഞു. ഞാൻ സാർ, ഇറ്റ്സ് മൈ ലൈഫ്സ് പ്ലഷർ മൂമെൻറ്റ്, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു. തിരിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം എനിക്ക് കൈ തന്നു. ഞാൻ പറഞ്ഞു, സാർ ഐ എം ഫ്രം കോട്ടയം. യെസ് ഐ നോ, ഞാനവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ നിരയിൽ നിന്ന് മുഴുവൻ ആളുകളും ഞാനുമായിട്ട് കസ്ഥാനം നടത്തി. ബഹുമാനപ്പെട്ട കെ സുരേന്ദ്രൻ എഴുന്നേറ്റ് റെജിയേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സുരേന്ദ്രൻ അവസാനം ഞാനും എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ പുറകിൽ നിന്നിരുന്ന ഒരാളെ പെട്ടെന്ന് ചാടി റെജി എന്നും പറഞ്ഞ് എനിക്ക് കൈ തന്നു. അത് നമ്മുടെ കൃഷ്ണകുമാർ. പിന്നീട് താഴെ വന്നു. പിന്നീട് അതോടുകൂടി തന്നെ ആ പരിപാടി അതാണ് വൈൻഡപ്പ് ചെയ്തത്. അവർ ആ കറക്റ്റ് ടൈമിൽ വൈൻഡപ്പ്. അല്ല, അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ അമിത്ഷാജി വിളിക്കുമെന്ന്? ഐ നെവർ എക്സ്പെക്ട്. അതാണ് ആ പാർട്ടി നമുക്ക് വന്ന ആദരവ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ സൂചന പോലും ഇല്ല. അല്ല, അമിത്ഷാജിയുടെ പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതല്ല പറഞ്ഞാൽ മതിയല്ലോ. അല്ല, അപ്പോൾ അത് മാത്രമല്ല, അവരത് തീരുമാനിച്ചിരുന്നു. അതായത് ഒരാൾ ഉൾക്കൊള്ളുമ്പോൾ ഹൃദയത്തിലേക്ക് എടുക്കുക. സുനിൽ ജോഡിയാണെന്ന് പറയാം. എനിക്കിപ്പോൾ ഒരു വികാരമാകുന്നുണ്ട്. ഞാനന്ന് മഹാരാജി ഭവനിൽ ചെന്ന് ഇവരെല്ലാവരുമായിട്ട് കണ്ട് സംസാരിച്ചു. ഇപ്പോൾ ഒരു പറ്റുന്ന നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ചാനലിലൂടെയൊക്കെ. അല്ലാണ്ട് ഇവരെല്ലാം എനിക്ക് നേരിട്ട് അത്യാവശ്യം അറിയാവുന്നതാണ്. ഈ മനുഷ്യരെല്ലാവരും കൂടി നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ അങ്ങ് സ്നേഹിക്കുക. അത് നമുക്കറിയാമല്ലോ, അഭിനയിക്കുന്നത് അല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ളത്. ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് അവർ തന്നെ ഒരു നമ്മളൊരു കുറേ നല്ല മനുഷ്യരുടെ ഇടയിൽ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല. എനിക്ക് ഇത്രയും വർഷം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ബലം പിടിക്കുന്നവരുടെ അടുത്തൂടെ മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ. ഞാനല്ല, എല്ലാവരും, അല്ലെ അവരുടെ സംഘവേദിയിലേ ചെയ്തിട്ടുള്ളൂ. നീ ആരാടാ ഇത്രയും പറയാമെന്നുള്ള മാധ്യമം ഈ ചിന്ത. ഞാനിവിടെ ഇരിക്കുമ്പോൾ നീ ആരാടാ അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചോളാം, ഈ പാർട്ടി എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ തെളിവിൽ സാധാരണക്കാരനാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ ഈ ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ വീഡിയോസ് കാണും. ജനം മുഴുവൻ മാമാ മാമാ എന്ന് പറഞ്ഞ് ഓടി വരികയാണ് ഒരു മുഖ്യമന്ത്രിയെ കാണാൻ. സുനിൽജി, ഈ ഹിമന്ത ബിശ്വ ശർമ്മയെക്കുറിച്ച് ഞാനൊരു ചാനലിൽ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു നടപടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 3-4 സഖാക്കൾ എന്നെ വിളിച്ചു ചോദിച്ചു, രജിച്ചേട്ടാ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണോ? ഞാൻ പറഞ്ഞു, ഇത് റിയാലിറ്റി അല്ലേ, ഉള്ളത് പറയും. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും വന്ന സത്യാവസ്ഥയാണ്. എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? സംഭവം അറിയോ? കഴിഞ്ഞ 1 വർഷം മുമ്പ് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്ന് വന്ന ഈ മുഖ്യമന്ത്രി ജപ്പാനിൽ യാത്ര ചെയ്തു. ജപ്പാൻ ഗവൺമെൻറ്റുമായിട്ട് എഗ്രിമെൻറ്റ് ചെയ്ത് എന്താ അറിയോ? 80,000 അൺസ്കിൽഡ് യൂത്തിനെ, നോട്ട് സ്കിൽഡ്, ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യാൻ. അവിടെ ചെറുപ്പക്കാരില്ല ആ രാജ്യത്ത്, ജപ്പാനിൽ. അവർക്ക് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ താല്പര്യമില്ല, ലിവിങ് ടുഗദർ. അവർക്ക് വർക്ക് ചെയ്യാനാളില്ല. 80,000 ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തു, യുവതി യുവാക്കളെ എഗ്രിമെൻറ്റ് ചെയ്തു, അവരോടൊന്ന് റിക്രൂട്ട് ചെയ്തു. അവർക്ക് 6 മാസം ജപ്പാനിലെ എക്സ്പെർട്സ് വന്ന് ലാംഗ്വേജ് ജപ്പാൻ ഭാഷ പഠിപ്പിച്ചിട്ട് അവർ ഓൾറെഡി പോയി കഴിഞ്ഞു. ഞാൻ പറയുന്ന മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഇല്ല, അത് കേന്ദ്ര ഇതെല്ലാം നമ്മൾ അത്യാവശ്യം വായിക്കുമല്ലോ. അതെ അതെ. അത് കൂടാണ്ട് തന്നെ 30,000 നേഴ്സുമാരെ സിംഗപ്പൂർ സർക്കാരുമായിട്ട് ഇവർക്കെല്ലാം വണ്ടർഫുൾ സാലറിയാ, ലൈഫ് ലോങ് സെറ്റിൽമെൻറ്റാ. കേരളത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ വിടാൻ ഈ കേരള ഗവൺമെൻറ് ഈ രീതിയിൽ മുമ്പോട്ട് പോയിട്ടുണ്ടോ? അപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന മുഖ്യമന്ത്രി തൻ്റെ സംസ്ഥാനത്തിന് ഓപ്പർച്യൂണിറ്റീസ് തേടിയെത്തി അവരെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ ഒരു മാമാന്നല്ലേ വിളിക്കത്തുള്ളൂ. അതെ അതെ. എന്തുകൊണ്ട് ഇതിനൊക്കെ മുമ്പിലാന്ന് പറയുന്നത്? കേരളത്തിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി എത്രയോ സ്ഥലത്ത് പോയിരിക്കുന്നു. ഈ ജപ്പാൻ വരെ പോയിട്ടുണ്ട്, കൊറിയയിൽ പോയി. എന്തെങ്കിലും ചെയ്തോ? ഞാനൊരു ചാനലിൽ പറഞ്ഞു എന്തുകൊണ്ട് കേരളം ചെയ്തില്ല എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഫോൺ കോൾ വന്നേ. ഞാൻ അവരെ കൺവിൻസ് പറഞ്ഞു, അയ്യോ അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത്? ഇത് നമുക്ക് കിട്ടണ്ടല്ലേ. CGNF എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു പണ്ട്, അമേരിക്കൻ നേഴ്സുമാർക്ക് കൊണ്ടുപോകാറുണ്ട്. അത് റിട്രോഗേഷനിലായി 2008. അന്ന് ഈ നോർക്ക എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ, അന്ന് അവിടെ പോയി അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അത് എടുത്തു കളയായിരുന്നു. കളഞ്ഞത് ഇന്ന് കേരളത്തിലെ നേഴ്സുമാരിൽ ഒരു 50% അമേരിക്ക ജോലി ചെയ്തതിന് 8-9 ലക്ഷത്തിൽ. ഇപ്പോഴും അത് മലേഷ്യ, ഫിലിപ്പൈൻസിലും ചൈനയിലും നടന്നുകൊണ്ടിരിക്കുക. നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ കേരളത്തിനോട് ഈ ചതി എന്ന് പറയാം
പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ ഭീകരമായ ചതികളാണ് കേരളത്തിനോട് ഈ ഭരിച്ചുകൊണ്ടിരുന്നവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ കാരണം? കേരളം ഈ 2 ഇസത്തിൻ്റെ പുറകെ പോകുന്നു. അവന് ജീവിക്കാനുള്ള അവസരം കൊടുത്താൽ അവൻ പിടിവിട്ടു പോകും. പാർട്ടിക്ക് ആളില്ലാണ്ടാവും. അതാണ് നമ്മൾ വിദേശ രാജ്യങ്ങളെ കണ്ടുപിടിക്കേണ്ടത്. അതാണ് യു.പിയിലെ ജ്യോതി ആദിത്യനാഥ് എന്ന് പറയുന്ന ആളിനെ ഇവിടെ എല്ലാവരും പറയുന്നത് എന്നതാ. പക്ഷേ സുനിൽജി അദ്ദേഹം പറഞ്ഞ ഏറ്റതിന് മുമ്പ് നിങ്ങൾ ഇപ്പോഴൊന്ന് പോകണം. കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഈ കസിനുമായിട്ട് യു.പിയിലെ ലക്നൌവിലേക്ക്, ആഗ്രയിൽ നിന്ന് ലക്നൌവിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഡീവിയേഷൻ ഉണ്ട് ലെഫ്റ്റ്. അത് മുലായം സിംഗ് യാദവിൻ്റെ ഗ്രാമത്തിലേക്കാണ്. ആ മുലായം സിംഗ് യാദവിൻ്റെ ഗ്രാമത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട സീനൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷെ ഞാൻ ഫീൽ ചെയ്തതല്ല. മുലായം സിംഗ് യാദവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ എൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾ താമസിച്ചത്. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, അയാൾ സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്. അയാളുടെ ഫസ്റ്റ് കസിനാണ് നമ്മുടെ അഖിലേഷ് യാദവ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്തറിയോ? കാര്യം എന്നാ പറഞ്ഞാലും ഇയാൾ വന്നതിന് ശേഷം ഇപ്പൊ പേടിക്കാതെ നടക്കാം. സകല ഗുണ്ടകളെയും പിടിച്ച് അകത്തിട്ടു. മറ്റൊരു സ്ത്രീക്ക് പകലെതിരെ പോകത്തില്ലായിരുന്നു. ഷൺഗണിന്റെ കാവൽക്കാരുമായിട്ട് വന്ന് ആണ് ഉമ്മാർ നടക്കുന്നത്. ഒറ്റയൊരുത്തിനെ പോലും വിട്ടില്ല. ഗുണ്ടാരെ അവസാനിച്ചു. ഇന്ന് നിങ്ങൾക്ക് യു.പിയിൽ എവിടെയും കേരളത്തിലേക്കാളും സുരക്ഷിതമായിട്ട് നടക്കാം. സുരക്ഷിതത്വമല്ലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ആത്യന്തികമായിട്ടുള്ളത്? അല്ലേ? അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വരത്തുള്ളൂ. അതാരാണ് കൊണ്ടുവന്നത്? യു.പി പോയി ഈ പറയുന്ന യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന വണ്ടർഫുൾ പേഴ്സണെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾക്ക് അടി കിട്ടും, രാഷ്ട്രീയമില്ലാതെ. കാരണം അറിയോ, ആ മനുഷ്യന് യു.പിക്കാർക്ക് ഒരു വലിയ ആത്മവിശ്വാസം പകർന്നു കൊടുത്തു. അവിടെ ഏതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ? വെറുതെ അടിച്ചു വിടുന്നതാണ്. ഒരു പരാതിയില്ല, ഒരു പരാതിയില്ല. നിങ്ങൾ ഉത്തരേന്ത്യയിലെ ഇവിടെ യാത്ര ചെയ്യൂ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട് മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഹരിദ്വാർ, ഋഷികേശൊക്കെ ഞാൻ പോയിട്ടുള്ള ആളാണ്. ഞാനൊരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഈ കസിനുമായിട്ട്, കാരണം അവനൊരു യാത്രാപ്രിയനാണ്, എൻ്റെ സെയിം നേച്ചറാണ്. ഞങ്ങൾ മീററ്റിൽ പോകുന്ന വഴിക്ക് പോയപ്പോൾ ആ റോഡൊന്ന് 6 ട്രാക്ക് റോഡാണ്, ഗാസിയാബാദ് മുതൽ. ഞാനീ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഡൽഹി ചെന്നപ്പോൾ അവൻ്റെ സ്കൂള് ഭയങ്കര എസ്റ്റാബ്ലിഷ് സ്കൂളാണ്. ആ സ്കൂളിലേക്ക് ഞങ്ങൾ ഒന്നുകൂടെ യാത്ര ചെയ്തു. 12 ലൈനാണ് ആ റോഡ്. 12 ലൈൻ. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കേരളത്തെ അടുത്തോടെ പോകുന്ന സാധനം എന്നറിയോ? സെമി ഹൈ സ്പീഡ് ഒരു ട്രാക്ക് ട്രെയിനിൻ്റെ. ഇന്നിപ്പോൾ അതിലെ പോയ കണ്ണടച്ചങ്ങ് പോവാം. 40 മിനിറ്റ്സ് കൊണ്ട് മീററ്റിലാണ്. നേരത്തെ അത് 3 മണിക്കൂർ എടുക്കുമായിരുന്നു. ഞാൻ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ആഡ് ചെയ്യാം. ഞാൻ ഹരിയാനയുടെ നമ്മുടെ ഈ ഹൈബ്രിഡ് പശുക്കൾ, എരുമകളുടെയൊക്കെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ സ്ഥലമാണ്. നമ്മുടെ ഈ ഡൽഹിയിൽ നിന്നും ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. നിർഭയച്ച പേര് ഞാൻ മറന്നുപോയി. ഭയങ്കര ഫേമസ് അത്. അവിടെ നബാർഡും ഡൽഹി ഡയോസിസും കൂടി, കാത്തലിക് ഡയോസിസും കൂടി സംയുക്തമായിട്ട് വനിതാ ഡേയിൽ അന്നൊരു ഫുൾ ഡേ പിന്നെ സെമിനാർ നടത്തി. അപ്പം ഞാനന്ന് നാട്ടിൽ വന്ന ഡൽഹിയിലുള്ള വരുന്നവർ, എൻ്റെ ഈ കസിൻ ഈസ് വെരി ക്ലോസ് ടു ദിസ് ഡയോസിസ്, ഇന്നയാൾ വരുന്നത്, അപ്പോൾ അത് ഇതിനോട് കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞു എന്നെ. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്ത് ചെന്നു. ആ സ്ഥലത്ത് ഡൽഹിയിൽ നിന്നും, ഡൽഹിയുടെ പിന്നെ റൗണ്ട് പുതിയ ഇതുണ്ടല്ലോ സർക്കിളിൽ നിന്ന് ഞങ്ങൾ പ്രവേശിച്ചത് ഒരു എയർപോർട്ടിലേക്കാണ് ഞാൻ കരുതിയത്. ഭയങ്കര വിശാലമായ റോഡ്. ലോകത്തൊരു സ്ഥലത്ത് ഞാൻ ഇങ്ങനത്തെ റോഡ് കണ്ടില്ല. ഇത് ഈ പറഞ്ഞ സ്ഥലം വരെയുള്ള ആ 60 കിലോമീറ്റർ മിനിറ്റിൽ കൊണ്ട് ഞങ്ങളവിടെ ചെന്നു. ഈ സ്ഥലത്ത് ചെന്ന് ആ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തു. അപ്പോൾ അതിൽ നബാർഡിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് വൈസ് പിന്നെ ചെയർമാൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വൈസ് ചെയർമാൻ അല്ല, എക്സിക്യൂട്ടീവ് ചെയർമാൻ, അദ്ദേഹം നമ്മുടെ കോട്ടയത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമുണ്ട്. പിന്നെ നാഷണൽ പിന്നെ ഡയറി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഒരു ലേഡിയുണ്ട്. അപ്പോൾ അവരുണ്ട്. ഈ ഡൽഹി രൂപതയിലെ 2 പുരോഹിതരുണ്ട്, അവരെല്ലാം മലയാളീസാണ്. അപ്പോൾ ഞാനതിനകത്ത് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പറയാം. 15 വയസ്സ് മുതൽ 92 വയസ്സ് വരെയുള്ള സ്ത്രീകളത് പങ്കെടുത്തു. മിനിമം ഒരു 300 പേരുണ്ട്. മനോഹരമായ ഓഡിറ്റോറിയം. ആ സ്ത്രീകളെല്ലാം പറയുന്നത് അവരെല്ലാം ഡിഫറൻറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിൽ അവരവരുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇപ്പം തന്നെ അവരുടെ പൗരാണികമായിട്ടുള്ള സ്കൾപ്ചേഴ്സ്, പിന്നെ അവരുണ്ടാക്കുന്ന പിന്നെ പ്രോഡക്റ്റുകൾ, എല്ലാത്തിനും ഓരോ യൂണിറ്റ്. ആ പ്രദേശം മുഴുവൻ സെൽഫ് സഫീഷ്യൻ്റായി. അവരെല്ലാം അവരുടെ തനത് ഡ്രസ്സിട്ടാണ് വരുന്നത്. 92 വയസ്സുള്ള ഒരു വൃദ്ധ, നല്ല ആരോഗ്യമുണ്ട്. അവരെഴുന്നേറ്റ് പറഞ്ഞു, അവർ ഹിന്ദിയിലാണ് പറയുന്നത്, എനിക്ക് 92 വയസ്സായി, ഞാൻ 79 വയസ്സ് വരെ പട്ടിണിയും പരിവട്ടായിരുന്നു, ഇവിടെ ഡിസ്ക്രിമിനേഷനും. ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് കൂടി നബാർഡ് കേന്ദ്ര സർക്കാരിൻ്റെ
ഈ സ്കീമിൽ പ്രവർത്തിച്ചു. ഞങ്ങളുണ്ടാക്കുന്ന മുഴുവൻ പ്രോഡക്റ്റുകളും ഗവൺമെൻറ് വാങ്ങിക്കുക. ഞങ്ങളുടെ നാട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ഒരുപാട് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് 88ഓളം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ, യോജനകൾ ഇന്ത്യയിലുണ്ട്. ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് കൊണ്ടുവന്നാണ്. അതിൽ 80% സബ്സിഡി ഉള്ളതുണ്ട്, 0 ഇൻട്രസ്റ്റ് ഉള്ളതുണ്ട്, വിത്തൗട്ട് എനി പിന്നെ എന്താ പറയുക സെക്യൂരിറ്റി, വിത്തൗട്ട് എനി സെക്യൂരിറ്റി ഓർ ഗ്യാരണ്ടി. നമ്മുടെ നാട്ടിൽ ഇതൊന്നുമില്ല, ഒന്നും അറിയിക്കത്തില്ല. കാരണം അറിയിക്കത്തില്ല. വന്നാൽ ഇത് കേന്ദ്ര സർക്കാരിനെ എന്താ പറഞ്ഞാൽ പ്രശ്നമാണ്. ഇനി പ്രധാനമന്ത്രിയുടെ യോജനയാന്ന് പറഞ്ഞാൽ അതിലും പ്രശ്നമാണ്. അതെ. നമ്മുടെ നാട്ടിലെ ഈ സ്ത്രീകളെ എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് ഈ നാട് ഈ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുന്ന സമ്പത്ത് പോലും കൊണ്ടുവരാൻ പറ്റുന്ന അവസരങ്ങൾ ഈ നാട്ടിലെ ആൾക്കാർക്ക് ഇതെല്ലാം നിഷേധിക്കുക. എന്തിനാ? വോട്ട് ബാങ്കിനെ സൃഷ്ടിക്കാൻ. എന്നിട്ട് BJP സർക്കാരിനെ കുറ്റം പറയുക. ഞാനിതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. പിന്നെ റോത്തക്ക്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് റോത്തക്ക് സുനിൽജി, ഇതൊക്കെ കണ്ടും കേട്ട് വരുമ്പോഴല്ലേ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പം സ്വാഭാവികമായി അങ്ങേപ്പോലെ ഒരാൾക്ക് പിന്നെ ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഞാനിത് പല വേദികളിലും കോൺഫിഡൻഷ്യലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ഇടപെടരുത്. കബളിപ്പിക്കുകയും ചതിക്കുകയായിരുന്നു കേരളത്തെ. മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മളൊക്കെ ഇപ്പോൾ എത്ര ഏജായി, നമ്മളിവിടം വരെ എത്തി, പുറകെ വരുന്ന 1-2 ജനറേഷൻ ഉണ്ട്. നെഗറ്റീവ് റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക. അത് നാച്ചുറലാണ്. ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും? കേരളത്തിൽ ഏതെങ്കിലും പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? യു കാൺട്ട്. വൈ? ഇവിടുത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ? ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ മനസ്സെന്താ? ഞാൻ തന്നെ അമേരിക്കയിൽ നിന്നും എൻ്റെ ആത്മസുഹൃത്തുക്കളെ 2 പേര് അവരവിടെ സിറ്റിസൺ, അവരവിടെ സെറ്റിൽഡാണ്, എങ്കിലും നാട്ടിലെന്തെങ്കിലും തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വന്ന് എന്നെ ബന്ധപ്പെട്ടു. ഞാൻ പറയാം 10-15 ജോലി കിട്ടുന്നല്ലേ. ഞാൻ 1-2 ഓഫീസിൽ കയറി ഇറങ്ങി. ഇപ്പം ചെയ്യാം ഇപ്പം ശരിയാക്കി തരാം. നിങ്ങൾ തമിഴ്നാട്ടിൽ ചെല്ലൂ, ആ ഓഫീസ് നിങ്ങൾക്ക് പുറകെ വരും. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, കാരണം ശക്തമായ ഒരു ഗവൺമെൻറ് അവിടെയുണ്ട്. ഇവിടെ കേരളത്തെ ഇങ്ങനെ പിന്നോട്ട് നടത്തിച്ചതിൽ CPM വലിയ പങ്കുണ്ട്. സുനിൽജിക്ക് അറിയാമല്ലോ, അങ്ങും ഈ മാനസികാവസ്ഥയിൽ ജീവിച്ച ഒരാളാണ്. ഈ പാർട്ടിക്ക് ഏറ്റവും വലിയ പങ്ക് UDF എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അതൊരു ഏച്ച് കെട്ടി അതിനകത്തൊന്നും നമുക്ക് ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു, കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു. എന്തിനെയാണ് എതിർക്കാത്തത് അല്ലേ? എല്ലാം. ഇന്നലെ എന്നെ ഗൾഫിൽ നിന്നും, ഞാൻ അങ്ങനെ അയാളുടെ പേര് തന്നെ പറയാം, ജയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, എനിക്കൊരു പരിചയമില്ല. എന്നെ അദ്ദേഹം ഇങ്ങനെ വേറൊരു ചാനലിൽ വിളിച്ച് നമ്പർ കിട്ടി, എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ഗൾഫ് നമ്പറാണ്. കാരണം റേഡിയോ കേരള എന്നെ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരം ഡിബേറ്റിന് വിളിക്കാറുണ്ട്, റേഡിയോ കേരളമുണ്ട് ദുബായ്. അപ്പോൾ ഞാൻ അവരെല്ലാം വിളിച്ചു. ഞാൻ ഫോണെടുത്ത് എന്നോട് ആദ്യം പറഞ്ഞു, സർ ഫോൺ കട്ട് ചെയ്യരുത്, കാരണം പാർട്ടിയിൽ നിന്ന് മാറി ആരെങ്കിലൊക്കെ ഇത് പറയാൻ കട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞ കേൾക്കണം പറഞ്ഞു. ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്ന ബിസിനസ് ദുബായ് ചെയ്യുന്നു സാറേ. ഞാനും ഒരു ഇടതുപക്ഷത്തിന് അന്ധനമായ ആരാധകനായിരുന്നു, അന്തം കമ്മിയായിരുന്നു. സാറ് കരുനാപ്പള്ളി മുതൽ ആലപ്പുഴ കവർ ചെയ്ത് പിന്നെ ചേർത്തല കഴിഞ്ഞ് അരൂര് വരെ പോകണം. എത്ര ഫാക്ടറികൾ പൊട്ടിക്കിടപ്പുണ്ടെന്നറിയാമോ? സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഫാക്ടറി ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? മാവൂർ റയോൺസ് അതേ ഉദാഹരണം പറഞ്ഞു. ചേർത്തലയിൽ നടക്കുന്നത് ഇതെല്ലാം പൂട്ടിപ്പോയത്. ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഉള്ള ഒരു ഫാക്ടറി വല്ലതും കാലത്തിനനുസൃതമായിട്ട് കേരളത്തിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ സാറേ? ഇല്ല. പിന്നെ എങ്ങനെയാണ് സാറേ ഈ പ്രസ്ഥാനത്തെ നമ്മൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ കേരളത്തിനപ്പുറത്ത് പോകും. ഇന്ത്യ ഗവൺമെൻറ് കുറ്റപ്പെടുത്തിക്കൊണ്ട് മലയാളികൾ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്ത് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതെല്ലാം മേടിച്ചുകൊണ്ട് അവർ വളരെ രീതിയിൽ ഗ്രോ ചെയ്യും. അതെ. അല്ല, നമുക്ക് ഈ പാർട്ടി വിട്ട് കഴിഞ്ഞപ്പോൾ പാർട്ടി സ്വാഭാവികമായി പറഞ്ഞ പാർട്ടിക്ക് ബന്ധമില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ പണ്ടേ ഇയാൾ ശരിയല്ല എന്നൊക്കെ പറയും. എങ്ങനെയാണ് പാർട്ടിക്കാരുടെ പ്രതികരണം? എന്നെ ചിരിപ്പിച്ചൊരു കാര്യം പറയാം. ഞാൻ ഈ സർപ്രൈസായിട്ട് ഈ പ്രസംഗം നടത്തി, ഈ എൻട്രി നടത്തിയില്ല, കേരളത്തിലെ മുഴുവൻ വിഷൻ മീഡിയ അത് ബ്രേക്ക് ചെയ്തു. വലിയ വാർത്തയായിരുന്നു. 2 ദിവസത്തേക്ക് വാർത്തയായിരുന്നു. പോലെ പിന്നെ ഓൺലൈൻ വാർത്ത. അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഉടനെ തന്നെ കോട്ടയത്തിൻ്റെ അധിപനായ CPM നേതാവ് ഒരു പത്രസമ്മേളനം നടത്തുന്നു. റെജി ലൂക്കോസിന് ഈ പാർട്ടിയുടെ ഒരു ബന്ധവുമില്ല, അദ്ദേഹം ഈ പാർട്ടിയുടെ അംഗമല്ല. അദ്ദേഹം വഴിയെ പോകുമ്പോൾ കയറി സഹയാത്രിയിലും വേഷം കിട്ടി സംസാരിക്കുന്നു. അപ്പോൾ ഇത് അന്നേരമൊന്നും ഞാൻ അറിയുന്നില്ല, കാരണം ഞാൻ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് രാജീവ് ജെല്ലാം അത് കഴിഞ്ഞതിന് ശേഷം എന്നെ പത്രങ്ങൾ വന്ന് സകല മാധ്യമങ്ങൾ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുക. അപ്പം അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം എന്നോടൊപ്പം വന്നൊരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ എന്നോടൊപ്പം വന്നിരുന്ന് ഏരിയ സമ്മേളനത്തിൽ ഒരുന്ന ആളാണ്, എൻ്റെ കൂടെ ഉള്ള ആൾ. ഞാൻ പറഞ്ഞു,
ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇദ്ദേഹം പ്രതികരിച്ചപ്പോൾ ഇദ്ദേഹം എന്തിനാണ് പ്രതികരിച്ചേ? പിണറായി വിജയൻ പാർട്ടി മാറുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതെ മന്ത്രി റെജി ലൂക്കോസ് ഈ പാർട്ടിക്കാരല്ല, പിന്നെ ഇവരെന്തിനാ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മൈൻഡ് ചെയ്തേ? ഉടനെ എന്നോട് പിന്നെ സകല മാധ്യമം ഇത് ഇവർ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. 4 മന്ത്രിമാരൊന്ന് പ്രതികരിച്ചു ഞാൻ പാർട്ടിക്കാരനാണെന്ന്. എന്നെ പോലെ ഒരു സാധാരണക്കാരൻ പാർട്ടിക്കാരനല്ല എങ്കിൽ ഇവർ ഈ മന്ത്രി വരെ ഒന്ന് പ്രതികരിച്ചു. എന്തുകൊണ്ടാ? ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിനൊരു ചലനം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടല്ലേ? അതെ അതെ, അതല്ല ഏറ്റവും സിമ്പിള്. അന്ന് എന്നെ 24 വിളിച്ചു. 24 വിളിച്ചിട്ട് പറഞ്ഞു, രവിചേട്ടാ നാളത്തെ ശ്രീനാഥ് സാറിൻ്റെ മോർണിംഗ് ഷോയിലൊന്ന് പങ്കെടുക്കണം. സത്യം പറയണമെങ്കിൽ എനിക്കത് വലിയൊരു അത്ഭുതപ്പെട്ടു. കാരണം അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കുന്നത് മിനിസ്റ്റേഴ്സ്, അങ്ങനെ അത് വല്ലപ്പോഴേ അദ്ദേഹം ഈ ചെയ്യത്തുള്ളൂ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു മാധ്യമ പ്രവർത്തകർ, കാരണം അദ്ദേഹം ഒരു മാധ്യമ കുലപതിയാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അപ്പം കോട്ടൺ റിപ്പോർട്ടറാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു രാത്രിയിലെത്തും. അപ്പം ചേട്ടാ ഞാനൊരു 7 മണിയാണ് വരുമെന്ന് പറഞ്ഞു. വിളിച്ച്, എടാ നീ 7 മണിക്ക് വരണ്ട, കാരണം ഞാൻ തളർന്നു കുത്തിയാൽ വരുന്നത്. ഒരു 7:30 കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അവർ 7 കഴിഞ്ഞ് വീട്ടിൽ വന്നു. അവരെൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഇരുത്തി ക്യാമറ വെച്ചു. എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ ചാനൽ ചർച്ചയായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അതിനു മുമ്പ് ഞാനും അവനും ഈ റിപ്പോർട്ടറോട് കുറച്ച് നേരം സംസാരിച്ചു. അതൊന്നും ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ ആ പയ്യന് ബുദ്ധിമുട്ടാണ്. അവൻ നെഗറ്റീവല്ല പറഞ്ഞത്, പോസിറ്റീവായിട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, രവിചേട്ടാ ഈ കാര്യങ്ങളെല്ലാം പറയുക, ചേട്ടൻ മെമ്പറാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാം പറയാൻ പറഞ്ഞു. അവർ ഇൻ്റർവ്യൂ എടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഞാൻ കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയാണ്. എനിക്കതിന് നുഴഞ്ഞു കയറി അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഭക്ഷണം കഴിച്ച് ഇന്നോടൊപ്പമാണ്. ഇനി അതിലുപരിയായിട്ട് ഇനി ഞാൻ പാർട്ടി മെമ്പർ അല്ലേ, എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ആ പാർട്ടിയുടെ അകത്തുണ്ടോ ഇല്ലെന്ന് പറയുമ്പോൾ ഡസൻ മാറ്റം. പിന്നെ എന്തിനാണ് ഈ മന്ത്രിമാർ വരെല്ലാം ഈ ചാനലുകാരുടെ അടുത്ത് പത്രസമ്മേളനം നടത്തത്? അപ്പം എനിക്ക് എന്തെങ്കിലും പ്രാധാന്യമില്ലേ? അവർ ഒരാളെ ആ പാർട്ടിയുടെ മെമ്പറല്ല എന്ന് പറയുമ്പോൾ ഒന്നും ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഞാൻ ഈ പാർട്ടിയോടൊപ്പം മാധ്യമങ്ങളോട് സഞ്ചരിക്കാൻ വേണ്ടി ഇത്രയും വർഷമായി. കൈരളി തുടങ്ങിയ കാലം മുതൽ ഈ എൻ്റെ ഇടതുപക്ഷ സീരിയൽ പ്രോഗ്രാംസും പിന്നെ ആനക്കാരിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. കഴിഞ്ഞ തവണ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. പാർട്ടി മെമ്പറില്ലാത്ത ഒരാളെ എങ്ങനെയാണ് ജില്ലാ സമ്മേളനത്തിന് പ്രതിനിധിയാക്കുന്നത്? അത് മാത്രം പോരെ. അതിനെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ഇല്ല എന്നുള്ളതും. ഇത് 8 മിനിറ്റ് ഉണ്ടായിരുന്നു. അതേപടി 24-ൻ്റെ അതിൽ വന്നു. എന്താ കാരണം? ഈ പാർട്ടി അങ്ങനെ പറയാമോ? ഇപ്പം സുനിൽ ഇന്ന് ഈ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക ഭാരമായിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. നാളെ നിങ്ങൾ ഇറങ്ങിയാൽ ഇത് തന്നെ പറയും, ഉറപ്പായിട്ട് പറയും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി, ഇപ്പോൾ ഈ നിലവിൽ ഈ പാർട്ടി പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആത്മാഭിമാനം കിട്ടുകയില്ലേ? അവരെ നാളെ ഇതുപോലെ അവർ കാണത്തുള്ളൂ. വേൾഡ് വൈഡായിട്ട് മലയാളികളുടെ അടുത്ത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. കാരണം ഞാൻ അവരോട് സമ്പാദിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ സുനിൽജി കേരള കൗമുദിയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ് ചെയ്തതാണ്, എനിക്കറിയാം. പല സ്കോപ്പുകളും കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? താങ്കളെന്ന് പറയുന്ന മാധ്യമപ്രവർത്തനം കഴിയുക. ഞാൻ ബൂസ്റ്റ് ചെയ്ത് പറയുന്നത് ഇറ്റ്സ് എ ഫാക്ട്. അങ്ങനെ ഒരാൾ ആ പത്രത്തിനിറങ്ങി ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിന് അനിവാര്യതയായ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഞങ്ങൾ പുള്ളിയായിട്ടൊന്നും, പുള്ളിയെല്ലാം എഴുത്തരും ഞങ്ങൾ ഇമ്മ ഇടും. അല്ലാണ്ട് ഈ കേരളകൗമുദിയായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ, കേരളകൗമുദിയുടെയും ലോകത്തിലെ വായനക്കാർ ഈ കേരളകൗമുദി പറഞ്ഞ മാധ്യമം, കേരളകൗമുദി അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞില്ല, കേരളകൗമുദി ഒരിക്കലും പറയില്ല എന്ന് പറഞ്ഞ പോലല്ലേ ഇത്. അതാണ് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്തോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതല്ല അതിൻ്റെ സത്യം. കാരണം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ആ പാർട്ടി അണികളുണ്ടാണെങ്കിൽ ആന്ധ്രയും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഈ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കുന്നവരെ ഈ രീതിയിൽ പിന്നെ എന്താ പറയുക, അവർ തള്ളിക്കളയുമെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എവിടുന്ന് ഞാനെന്നുള്ളൊരു വ്യക്തി എനിക്ക് വേറെ ഒരാളെ കണ്ടെത്തണമെങ്കിൽ കേരളത്തിൽ നിന്നല്ലേ പറ്റത്തുള്ളൂ. അതെ അതെ, വേറെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് അതിന് മറുപടി. ഇതാണ് നമ്മൾ പാർട്ടി വിട്ടാനുള്ള അനുഭവം. ഇതാണ് ഓരോരുത്തരുടെ പണ്ടൊക്കെ ഇന്നോവ മുറ്റത്ത് വരുമായിരുന്നു. ഒന്നാലോചിച്ചു. പിന്നെയുള്ള ചില പരിപാടികളൊന്നും ഞാനിതിൽ പറയാനാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു ഉദാഹരണം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇന്നലെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കുറേ ദിവസം. ഇന്നലെ ഏറ്റുമാനൂർ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഇന്നലെ ഏറ്റുമാനൂർ നമ്മുടെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഓട്ടോറിക്ഷ എൻ്റെ സുഹൃത്ത് വിളിച്ചുകൊണ്ട് ഞാനതിൽ പോവുക. ഞാനങ്ങോട്ട് പോകുന്ന വഴിക്ക് അദ്ദേഹം എന്നോട് ചോദിച്ചു, രവിചേട്ടൻ താമസിക്കുന്നത് ഇവിടെയല്ലേ? അതേന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ മനസ്സിലായ ഒരാളാണ്. അതെ. അപ്പം ചോദിച്ചു, എവിടെ താമസിക്കുന്നത്? പുള്ളി അതിനടുത്തൊരു സ്ഥലം പറഞ്ഞു. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ഓട്ടോറിക്ഷ കയറി ഒരുപാട് സമ്പാദിക്കും. കാരണം അവരുടെ ജീവിതം പഠിക്കും നമുക്ക് ഒത്തിരി. ഞാനത് അതിനെക്കുറിച്ച് ഒത്തിരി എനിക്ക് റിസർച്ച് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഒരുപാട് പേര് ഈ 3 ചക്രം കൊണ്ട് കുട്ടികളെ അമേരിക്കയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 10 പൈസ കളയാറുണ്ട്. അവരെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഈ നാടിൻ്റെ സ്പന്ദനം ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ഓട്ടോറിക്ഷക്കാരാണ്.
ആ വാഹനത്തിൽ എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവർ കയറും. എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ കുട്ടികൾ നല്ല നിലയിലെത്തി. എല്ലാവരും എല്ലാ എഞ്ചിനീയറിങ് പോലെ തന്നെ റേഡിയോളജിയിലൊക്കെ 2 കുട്ടികളുള്ളൂ. ഇപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങോട്ട് പറയാം സ്പോണ്ടേനിയസ് ആയിട്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ചേട്ടൻ പാർട്ടിയിൽ നിന്ന് പോയി CPM നിന്ന് പോയത് വ്യാപകമായി ചർച്ചയായി, ഒരുപാട് പേർക്ക് അതൊരു ഇൻസ്പിറേഷനായി. ഇവിടെ എല്ലാ മനുഷ്യരും 1-2 പേരൊഴിച്ച് ഞങ്ങൾ സംസാരിക്കുന്നിടത്തെല്ലാം റെജി ലൂക്കോസ് എടുത്ത തീരുമാനം കറക്റ്റാണ് എന്നാണ് പറയുന്നത്. ചേട്ടൻ ഒരു 5-6 വർഷം മുമ്പായിരുന്നുണ്ടെങ്കിൽ ഇതല്ലായിരുന്നു. ഇപ്പോൾ മനുഷ്യർക്ക് മനസ്സിലായി. ചേട്ടനൊപ്പം ചേട്ടൻ്റെ ആ തീരുമാനത്തോടു കൂടി തന്നെ ധൈര്യം പലർക്കും ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതെനിക്ക് ഒരുപാട് പേര് ഫോൺ കോൾ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പലതും വേണമെങ്കിൽ ഇത് കഴിയുമ്പോൾ ഓഫ് കാണിക്കാം, ഞെട്ടിപ്പോവും. പാർട്ടിയുടെ തന്നെ ഔദ്യോഗിക തലങ്ങളിലിരിക്കുന്ന ഇന്ന് രാവിലെ എനിക്ക് വന്ന കോളുകൾ ഞെട്ടിക്കുന്നതാണ്. കോൺഗ്രസിൻ്റെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന 1-2 പേര് എന്നെ വിളിച്ചു. കാരണം എന്തുകൊണ്ടാണ്? BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തിനെ കൈപിടിച്ചുയർത്തുന്ന റിയാലിറ്റി ബോധ്യമായവരാണ്. ഇനി ഇതുപോലത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് മണ്ടത്തരമാണെന്നും രാജ്യത്തെയും നാടിനെയും കൈപിടിച്ചുയർത്തി വികസനം കൊണ്ടുവന്ന് ഈ നാടിനെ ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഇനി സഞ്ചരിച്ചില്ല എങ്കിൽ കാലഘട്ടത്തിനോട് ചെയ്യുന്ന ചതിയാണെന്ന് ബോധ്യമായവരാണ് വന്നത് ഈ വിളിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കണം. നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ മോദിജി എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോനും ഞാൻ ബഹുമാനിച്ചേ പറയുന്നത്, അങ്ങനെ പറയാറുള്ളൂ. പക്ഷേ ഇന്ന് അദ്ദേഹത്തിനെയാണ് മോദിജി എന്ന് വിളിക്കേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്? ഒരു നിസ്വാർത്ഥനായ മനുഷ്യൻ, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരു നിസ്വാർത്ഥമായ മനുഷ്യൻ. അദ്ദേഹത്തിന് ഈ രാജ്യത്തെ ഉയർത്തുന്നതല്ലാണ്ട് വേറെ ഒരു ചിന്തയില്ല. അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് ഒരു സർട്ടൻ ഏജ് കഴിയുമ്പോൾ അദ്ദേഹം ഒരു സന്യാസിയായിട്ടോ അദ്ദേഹം മാറും. വേറൊരു ഇൻറ്റൻഷൻ ആ മനുഷ്യനില്ല. അതൊക്കെ എനിക്കൊക്കെ തിരിച്ചറിയാൻ വൈകിപ്പോയതിലുള്ള ഗതികേടാണ്. ഈ മാധ്യമത്തിനോടത്തല്ല ഞാൻ ക്ഷമ ചോദിക്കുന്നത്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയപ്പെട്ട റജി ലൂക്കോസ്, നമുക്ക് അദ്ദേഹത്തെ റജി ലൂക്കോസ് ജി എന്ന് വിളിക്കാം. ഏതായാലും നമ്മൾ മുതിർന്നവരെല്ലാം, നമ്മൾ ബഹുമാനിക്കുന്നവരെല്ലാം അങ്ങനെ വിളിക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചാനൽ ചർച്ചയിൽ റജി ലൂക്കോസിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അപ്പുറത്തിരിക്കുന്ന എല്ലാവരെയും അദ്ദേഹം ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് മാത്രമേ ഇന്ന് വരെ സംബോധന ചെയ്തിട്ടുള്ളൂ. അതൊരു ക്വാളിറ്റിയാണ്. അത് അപ്പുറത്തിരിക്കുന്ന ആളെ ബഹുമാനിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് ഒരു സാധാരണ എല്ലാവർക്കും ഇല്ലാത്തൊരു കഴിവാണ്. നമുക്കിടെ ഉള്ളിലെല്ലാം ഒരു അഹംബോധമുണ്ട്. ആ അഹംബോധം അഹങ്കാരമായി മാറുമ്പോഴാണ് അപ്പുറത്തിരിക്കുന്ന ആൾ നമ്മളെക്കാൾ മോശമാണെന്ന് തോന്നുന്നത്. പക്ഷേ റജി ലൂക്കോസ് അങ്ങനെയല്ല. അദ്ദേഹം അങ്ങനെയായിരുന്നു. ആ സത്പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ കാലത്തിൻ്റെ വിളികെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നയിക്കുന്ന വലിയ മാറ്റത്തിൻ്റെ പാതയിൽ ഒരു ദീപശിഖയുമായി മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഇന്ത്യ ലൈവിൻ്റെ ഭാഗത്ത് ഞങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകരെ, പ്രിയപ്പെട്ട റജി ലൂക്കോസ് നമ്മളോടൊപ്പം തുടർച്ചയായിട്ട് ഇനിയും നമ്മുടെ സംവാദത്തിനുണ്ടാവും. നിങ്ങൾ ഉറപ്പായും കാണണം, ഇന്ത്യ ലൈവിനൊപ്പം നിൽക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ഇനി റജി ലൂക്കോസിൻ്റെ അടുത്ത എപ്പിസോഡുകൾ ഉറപ്പായും കാണണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.